നല്ല മഴ, കറണ്ടുമില്ല. എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാൻ പൂതിയാവുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ ബുൾഡാക്ക് കണ്ടത്. ഏകദേശം 150 റുപ്പീസ് ഉണ്ട് ഇതിന്. എന്താ അത്ര ഭയങ്കര ഹൈപ്പുള്ളൊരു സാധനം. എൻ്റെ കൊളീഗ്സിൽ തന്നെ ഭയങ്കര ഫാൻസൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര സ്പൈസിയാണ്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ സാധനം ഒന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ തോന്നി. ബുൾഡാക്ക് എന്താണ് ഈ ബുൾഡാക്ക് എന്ന് പറഞ്ഞാൽ? ശരിക്കും ആ വേർഡിൻ്റെ അർത്ഥം ഫയർ ചിക്കൻ എന്നാട്ടോ. നമ്മൾ മലയാളീകരിച്ച തീപ്പൊരി ചിക്കനൊക്കെ ആണെങ്കിലും ഓരോ ഉദ്ദേശവും ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ചിക്കൻ. പക്ഷെ ഇത് ചില്ലറക്കാരനല്ല, ഒരു കമ്പനീനെ തന്നെ വലിയൊരു ബാങ്ക്രപ്റ്റ് നിന്ന് രക്ഷിച്ച മുതലാണ് ഈ സാധനം. എന്താല്ലേ. പക്ഷെ റീസെൻ്റ്ലി ഡെൻമാർക്ക് ഇതിലെ 3 ഐറ്റംസ് ഓഫ് റേമൻസിനെ ബാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ അവിടെ നടക്കണേ? എന്തായാലും ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. സാമിയങ് ഫുഡ്സ് എന്ന് പറയുന്നത് 1961 സ്റ്റാർട്ട് ചെയ്തൊരു കൊറിയൻ കമ്പനിയാണ് കേട്ടോ. കൊറിയൻ വാറിന് ശേഷം ഉണ്ടായ ഭയങ്കരമായിട്ടുള്ള ഫുഡ് ഷോർട്ടേജൊക്കെ ഇല്ലാതാക്കിയതും ഇവരുടെ ഒരു ഇൻസ്റ്റൻറ്റ് റേമൻ റെസിപ്പിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവരെല്ലാം സക്സസ്ഫുള്ളായി പോകുമ്പോൾ ഏകദേശം 2000-നോടനുബന്ധിച്ച് ഇവർ ഭയങ്കര കടക്കെണിയിലാവുകയും പിന്നെ സാമിയങ് ഫുഡ്സിന് അതിൻ്റെ മരുമകളായ കിമ്മാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. കിം ആളുകളൊക്കെ സ്ട്രീറ്റ് ഫുഡ്സിലൊക്കെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള റേമൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് കണ്ടു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേമൻസും ഇതേ ഒരു ട്രെൻഡിലാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് അവർ ഇറക്കിയത്. 2012 ലോഞ്ച് ചെയ്ത ഈ ഒരു ബുൾഡാക്ക് ഭയങ്കര ഫേമസ് ആയി. എങ്ങനെയെന്നല്ലേ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ASMR ഈ മുക്ബാങ് ചാലഞ്ചൊക്കെ അല്ലേ, അതുവഴിയാണ് ഇത് ഭയങ്കരമായിട്ട് ഫേമസ് ആയത്. ആൻഡ് ഇതിൻ്റെ പേരും പ്രശസ്തി എല്ലായിടത്തും എത്തി. 2024 ഏകദേശം 2100 കോടി രൂപേൻ്റെ സെയിൽസ് പ്രോഫിറ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും അത് കഴിഞ്ഞ വർഷത്തേനേക്കാളും ഡബിളാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഡെൻമാർക്ക് ഇതിനെ ബാൻ ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനും ടേസ്റ്റ് ചെയ്തപ്പോൾ അത് മനസ്സിലാക്കി. ഒരു സ്പൂണ് കഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ സ്പൈസിനെസ് ലെവൽ എനിക്ക് മനസ്സിലായി. ഹൈ ലെവൽ ഓഫ് കാപ്സിസിൻ, അതായിരുന്നു അവരുടെ റീസൺ. ഓൾമോസ്റ്റ് 1200 ചിക്കനും 2 ടണ്ണോളം സോസൊക്കെ ഉണ്ടാക്കിയിട്ടേ ട്രൈ ചെയ്തുണ്ടാക്കിയ റെസിപ്പിയാണ്. അപ്പോൾ സ്പൈസി ഇല്ലാണ്ടിരിക്കുമോ? ഞാൻ എന്തായാലും ഒരു സ്പൂണ് കഴിച്ചിട്ട് പിന്നെ ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ടാണ് എൻ്റെ നാവിനടക്കിയത്. അപ്പോൾ ബൈ.